ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മോംസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ജ്യൂസ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് പേര് ഇട്ടിട്ടുള്ള ജ്യൂസാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഇതെന്ത് ജ്യൂസാണെന്നുള്ളത്. അപ്പോൾ ഇത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു ജ്യൂസാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് തിളക്കം കൂട്ടുവാനും യുവത്വം നിലനിർത്തുവാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ഇത് നല്ലതാണ്. അതുപോലെ എന്താ പറയാനാ, നമ്മുടെ ക്ഷീണം മാറാനും ഒക്കെ ഏറ്റവും നല്ല ഒരു ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു പകുതിയോളം ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീറ്റ്റൂട്ടിൻ്റെ ആ മണവും കുത്തലും ഒരുപാട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആപ്പിൾ 2 എടുത്തത്. പിന്നെ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. വയറ്റിന് ചിലപ്പോൾ എനിക്ക് അസ്വസ്ഥത ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ആദ്യം നമുക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെ തോലൊക്കെ ഒന്ന് നീക്കം ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുക. അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയും ആ തോലെല്ലാം ഞാൻ നീക്കം ചെയ്തെടുത്തിട്ടുണ്ട്. ആപ്പിളൊന്ന് ആദ്യമേ കഴുകിയതിന് ശേഷം അതിൻ്റെയും തോല് നമുക്ക് നല്ലപോലെ ഒന്ന് മാറ്റി ഇതെല്ലാം ഇനി നമുക്ക് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ എനിക്കിവിടെ ജ്യൂസറില്ല, ഞാൻ മിക്സിയുടെ ജാറിലാണ് അടിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് എടുക്കുക. അപ്പോൾ ഈ ജ്യൂസ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. എല്ലാവർക്കും ഇത് കുടിക്കാം. അതുപോലെ തന്നെ പഞ്ചസാര ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ വീഡിയോയിലൊക്കെ കണ്ട ഏകദേശം വീഡിയോയിൽ എല്ലാവരും തേനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ തേനില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി മധുരം വേണമെന്ന് തോന്നി. ഇതിന് ആദ്യമായിട്ട് കുടിക്കുന്നുണ്ട്, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി പഞ്ചസാര അതിൽ ചേർത്തേക്കുന്നത്. പിന്നെ ഇത്തിരി തണുത്ത വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിൽ ഒരുപാട് വൈറ്റമിൻ എ ഉണ്ട്, അതുപോലെ തന്നെ സി ഉണ്ട്. ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു ജ്യൂസായത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി പറഞ്ഞ് ഞാൻ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി കണ്ടതിന് ശേഷം ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തു, ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കുക. 2 ആപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വയറ്റിന് ചിലപ്പോൾ പിടിക്കത്തില്ല, അതുമല്ല ദഹന പ്രക്രിയയ്ക്ക് നമ്മുടെ ഇഞ്ചി ഏറ്റവും നല്ലതല്ല. ദഹനക്കുറവുണ്ടെങ്കിൽ അത് മാറ്റാനും ഗ്യാസിൻ്റെ അസ്വസ്ഥത ഉള്ളവർക്കൊക്കെ ഇഞ്ചി നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുറേശ്ശെ ചെറുതായിട്ടൊന്ന് കറക്കി അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ അടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അരിച്ചെടുക്കാതെ അങ്ങനെ കുടിക്കുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാനത് അരിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാനിതാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി പറയണമെന്നൊന്നും ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇത് എല്ലാ ഇടങ്ങളിലും അറിയപ്പെടുന്ന, എല്ലാവർക്കും അറിയാവുന്ന, കൊച്ചു കുട്ടികൾക്ക് പോലും ഇതിൻ്റെ എല്ലാ ഗുണഗണങ്ങളും അറിയാവുന്ന ഒരു ജ്യൂസാണ്. അപ്പോൾ പിന്നെ കൂടുതൽ പറഞ്ഞ് അതിനെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.